ചില സമയത്ത് എന്ത് തീരുമാനം എടുത്താലും അത് പ്രാവർത്തികമാക്കാൻ കുറച്ച് സമയം എടുത്തെന്നിരിക്കും. പക്ഷെ നമുക്കതിന് ഇവിടെ സമയമില്ലെന്നുള്ളതാ വിഷയം. നീ ടെൻഷൻ ആവാതിരിക്കെ. ഇപ്പൊ എനിക്ക് ഉറപ്പുണ്ട്, ഇവിടുത്തെ അച്ഛനോട് പറയേണ്ടതുപോലെ പറഞ്ഞാ അച്ഛന് മനസ്സിലാവും കാര്യങ്ങൾ. അത് പക്ഷേ അച്ഛനോട് മാത്രം സംസാരിക്കണം. അവന്തിയെടുത്തി ഒന്നും അറിയരുതെന്നർത്ഥം. നീയും ആതിരയും ഒരിക്കലും ഒന്നിക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുള്ള വീട്ടിലേക്കാ നമ്മൾ ആതിരയെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. അത് അത്ര എളുപ്പമല്ല. ഇപ്പൊ എന്റെ മനസ്സ് പറയുന്നു, എന്തൊക്കെയോ ഇനിയും സംഭവിക്കാനിരിക്കുന്നു. അതിനെല്ലാം ഒടുവിലെ നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലെത്താൻ സാധിക്കുള്ളൂ എന്ന്. മീരെ, നീ അനൂപിനെ ഒന്നുകൂടെ വിളിച്ചു നോക്കടി. അവിടെ എന്തായെന്നറിയാതെ എനിക്കൊരു സമാധാനവും ഇല്ല. ഞാൻ പറഞ്ഞില്ലേ അമ്മേ, അവിടെ വിളിച്ചിട്ട് ആരെയും കിട്ടുന്നില്ല. അമ്മ ഇങ്ങനെ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. അച്ഛനും അനൂപേട്ടനും പോയി സംസാരിച്ച് എല്ലാം ശരിയായി കാണും. ഇല്ലെങ്കിലേ എല്ലാവരും അറിയുമ്പോ നമ്മളെക്കാളും നാണക്കേട് അവർക്കാണെന്ന് അവർക്കറിയാം. ദേ അമ്മേ, ഇനി വലിയ ആഡംബരമായിട്ടുള്ള കല്യാണത്തിനൊന്നും നിൽക്കണ്ടെന്ന് അനൂപേട്ടനോട് അച്ഛനോടും പറയണം. അല്ലെങ്കിൽ തന്നെ എന്തിനാ ഇപ്പൊ ഒരു കല്യാണം? അതൊക്കെ അവര് തന്നെ നേരത്തെ നടത്തി കഴിഞ്ഞല്ലോ. അമ്പലത്തിൽ കൊണ്ടുവച്ച് അവന്റെ കയ്യിലേക്ക് അവളെ പിടിച്ചു കൊടുക്കണം, അത്ര തന്നെ. ഇനിയിപ്പോ ആതിര അങ്ങോട്ട് പോയാലും പഴയ സ്നേഹമൊന്നും നമ്മളോട് അവര് കാണിക്കില്ല. ഇതിന്റെ ദേഷ്യമൊക്കെ അവരുടെ ഉള്ളിൽ കാണും. പ്രത്യേകിച്ച് ആ അവന്തികയുടെ നെഞ്ചിൽ തെറച്ച് മുതുകത്തുകൂടി പുറത്തേക്ക് വരുന്ന കൊള്ളിച്ച വർത്തമാനെ അല്ലെങ്കിലും ആ പെണ്ണുപിള്ള പറയും. അവരെയും കുറ്റം പറയാൻ പറ്റില്ല. അനിയത്തിക്ക് ഇപ്പൊ കിട്ടുമെന്ന് കരുതിയവനല്ലേ ഇമാതിരി പണിയും കാണിച്ചിട്ടിരിക്കുന്നത്. ആതിര എവിടെ? അടുക്കളയിലെ അമ്മയെ പോലെ തന്നെ 1000 ടെൻഷനുമായിട്ട് നിപ്പുണ്ട്. മാഷെ, എന്തായി എന്തായി മാഷെ? മാഷെ, എന്തായടാ? അനുപേട്ട, ആരെങ്കിലും ഒന്ന് പറ മനസമാധാനത്തിന്. അതൊന്നും നടക്കില്ല കമലേ. ഇത് നടക്കില്ലെന്നും ഈ കാര്യം പറഞ്ഞുകൊണ്ട് ആരും ആ വഴിക്ക് ചെല്ലണ്ടെന്നും അവര് തീർത്തു പറഞ്ഞു. അതവസാനം തർക്കമായി. ഇവനും അവന്തികയും വലിയ വഴക്കായി. അനുപേട്ട, ഇവിടുന്ന് പോകുമ്പോഴേ പറഞ്ഞല്ലേ വഴക്കിനൊന്നും പോവരുതെന്ന്. ഇവളെ സന്ദീപിനെ കൊണ്ട് കെട്ടിക്കാൻ ഇതൊക്കെ നമ്മൾ മനഃപൂർവ്വം ഇവളെ കൊണ്ട് ചെയ്യിച്ചാണെന്ന് അവര് പറയുമ്പോ ഞാൻ പിന്നെ എന്ത് ചെയ്യണമായിരുന്നു? ഇതൊക്കെ നമുക്ക് നേരത്തെ അറിയാമായിരുന്നു എന്ന്. അവനെ കിട്ടാൻ നമ്മൾ മിണ്ടാതിരുന്നാണെന്ന്. സമാധാനമായോ നിനക്ക്? നീ കിടന്ന് കാല് പിടിച്ചുകൊണ്ടാ ഞാനിന്ന് പോയത്. ഇല്ലെങ്കിൽ ഇതിനു വേണ്ടി ആ വീടിന്റെ പടി ചവിട്ടിലായിരുന്നു ഞാൻ. പിന്നെ നിന്റെ ദേവനുണ്ടല്ലോ സന്ദീപ്, അവനെ ഞാൻ അവിടെ എങ്ങും കണ്ടില്ല. ഇനി നാണക്കേട് ഭയന്നും നീ അവന്റെ തലയിലാവുന്നു കരുതി നാട് കടത്തിയൊന്നും അറിയില്ല. അനുപേട്ടൻ പറഞ്ഞ പോലെയാണെങ്കിൽ അവരെന്തിനാ നമ്മുടെ കൊച്ചിനെ മാത്രം കുറ്റം പറയുന്നത്? അവരുടെ മോനെ അതേപോലെ കുറ്റക്കാരനല്ലേ? പണത്തിന് മാത്രമേ കുറവുള്ളൂ. അവരെ പോലെ അന്തസ്സുള്ളവരല്ലേ നമ്മളും. അവരെന്താ കരുതിയിരിക്കുന്നേ?
ഇത് നമ്മളങ്ങ് വിട്ടുകൊടുക്കുന്നു. ഇവിടെ പോലീസും കോടതിയൊക്കെ ഉണ്ടല്ലോ. ആദരെ കൊണ്ടൊരു കേസ് കൊടുപ്പിക്കും. കേസ് കൊടുക്കുമ്പോ അറിയാലോ അവൻ ഇവളെ സ്വീകരിക്കോ ഇല്ലയോ എന്ന്. അവനെ എവിടെയെങ്കിലും മാറ്റി നിർത്തിയാൽ തന്നെ പോലീസ് വിളിച്ച് വരുത്തിക്കോളും. എന്തിന്? ഇതുവരെ ഇതിലൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കാത്തവൻ ഇനി തിരികെ വന്നിട്ട് എന്തിനാ? അങ്ങനെ നിവൃത്തി കെടുകൊണ്ട് ഇവളെ അവൻ സ്വീകരിക്കണ്ട. അങ്ങനെ ഒരു ഒത്തുതീർപ്പിൽ ഇവൾക്ക് അവിടെ നല്ലൊരു ജീവിതം കിട്ടുമെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? പറ. 4 പാട് നിന്നും എല്ലാവരും ഇവളെ ഒറ്റപ്പെടുത്തും. അവന്റെ അച്ഛൻ പറയുന്നതിനപ്പുറം അവനൊരു അടി അനങ്ങില്ല. ജയിലിൽ കഴിയുന്നതിന് തുല്യമായ ഒരു ജീവിതമായിരിക്കും ഇവൾക്ക് അവിടെ കിട്ടാൻ പോകുന്നത്. അല്ലെങ്കിൽ അവൻ ഇവളെ വേണ്ടെന്ന് പറയുമ്പോ നാണക്കേടും കുത്തുവാക്കും ഭയന്ന് ഇവൾ ആത്മഹത്യ ചെയ്യും. എന്ന് പറഞ്ഞാ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണ്ടേ നമ്മള്? എത്രയെന്ന് പറഞ്ഞാ ഇവളിങ്ങനെ കരയുന്ന നോക്കി നിൽക്കുന്നത്? ഞാനൊരു കാര്യം പറയാം. വാശിയും ദേഷ്യവും കാണിച്ച് ദിവസങ്ങൾ കൂടുന്തോറും ഇത് വലിയൊരു നാണക്കേടും പ്രശ്നവും ആവും. ഇവളും അവനും രഹസ്യമായി താലി കെട്ടിയ കാര്യമൊക്കെ നമുക്കേ അറിയൂ. ഗർഭിണിയാണെന്നുള്ള കാര്യം എത്ര നാൾ ഒളിച്ചു വെക്കാൻ പറ്റും? വയറ് വീർത്ത് വരിക എന്നല്ലാതെ ബലൂണിന്റെ കാറ്റഴിച്ച് വിട്ടതുപോലെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചുരുക്കി വെക്കാൻ പറ്റുമോ? അത് അതുകൊണ്ട് ഞാൻ പറയുന്നത് എത്രയും വേഗം അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഇതിനൊരു പരിഹാരം കാണണം. അവരോട് സംസാരിച്ച് ഇനി എന്ത് പരിഹാരം ഉണ്ടാക്കാൻ? ഈ ലോകത്തെ ആദ്യത്തെ സംഭവമൊന്നും അല്ലല്ലോ ഇത്. പിന്നെ അനുവേട്ടൻ എന്ത് ചെയ്യാൻ പോകുന്നു? ഇവളെ ഇവിടെ തന്നെ നിർത്താനോ? ഞാൻ ആലോചിച്ചൊരു അഭിപ്രായം പറയാം. അത് ഇപ്പോഴുള്ള എല്ലാ പ്രശ്നത്തിനും ഒരു പരിഹാരം അത്. അനുവേട്ടൻ പറയേ. നമുക്കിവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അബോർഷൻ ചെയ്യാം. എന്നിട്ട് ഇവർ തമ്മിലുള്ള ഡിവോഴ്സും നമുക്ക് വാങ്ങിയെടുക്കാം. ഈ കാലത്ത് ഇതൊന്നും ആർക്കും വലിയ പുത്തിരി ഉള്ളതൊന്നും അല്ല. നമുക്ക് വരുമ്പോഴല്ലേ അതെന്തുമാത്രം വേദന ഉള്ളതാണെന്ന് മനസ്സിലാവും. ഇനി ഇതിൽ സംസാരമൊന്നുമില്ല. നാളെ രാവിലെ ഹോസ്പിറ്റലിൽ പോകണം. മീരയും കൂടി വാ. അനുപേട്ട, ഇപ്പൊ അനുപേട്ടൻ പറഞ്ഞത് നടക്കില്ല. അതിന് ഞാൻ സമ്മതിക്കില്ല. സമ്മതിക്കില്ല എന്ന് പറഞ്ഞ? സമ്മതിക്കില്ല എന്ന് പറഞ്ഞ എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കാനും സന്ദീപ് എന്റെ കഴുത്തിൽ കെട്ടി താലി അറുക്കാനും സമ്മതിക്കില്ല എന്ന്. സന്ദീപിന് എന്നെ വേണോ വേണ്ടെന്നുള്ളത് രണ്ടാമത്തെ കാര്യം. എന്നെ വിവാഹം കഴിച്ചതും ഈ കുഞ്ഞിന്റെ ഉത്തരവാദി സന്ദീപാണെന്നുള്ള കാര്യം അവൻ എല്ലാവരുടെ മുന്നിലും പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ളവരാരും ഇതിലൊരു തീരുമാനം എടുക്കണ്ട. അത് നീയല്ല തീരുമാനിക്കുന്നത്. പിന്നെ ആര് തീരുമാനിക്കണം? ഇപ്പൊ ഞാൻ സന്ദീപിന്റെ ഭാര്യ. എന്റെ വയറ്റിലുള്ളത് അവന്റെ കുഞ്ഞു. എന്റെ കാര്യത്തിൽ തീരുമാനം എടുക്കാനും അത് നടപ്പിലാക്കാനും എന്റെ സഹോദരനേക്കാൾ അവകാശവും അധികാരവും ഉള്ളത് എന്റെ ഭർത്താവിനാ. ആ ഭർത്താവിനെ കാണാനില്ലെന്നാ ഇപ്പൊ പറഞ്ഞ്. അവന് നിന്നെ വേണമായിരുന്നെങ്കിലേ അവൻ ഇതിൽ എന്തെങ്കിലും അവസാനം കാണില്ലായിരുന്നോ? ഒരു ഭർത്താവ് നീ ഉണ്ടാക്കി വെച്ച നാണക്കേട് കാരണം ഇനി തലയിൽ തുണിയിട്ട് നടക്കണം ബാക്കിയുള്ളവര്. അപ്പോഴും അവളുടെ അഹങ്കാരം പിടിച്ച വർത്താനത്തിന് ഒരു കുറവുമില്ല. ഞാൻ പറഞ്ഞത് എന്താണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. എന്റെ കുഞ്ഞിനെ കളയണമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും എന്തിനാ എത്ര വാശി? ഇനി എന്നെ കൊണ്ട് ബലമായി ചെയ്യിപ്പിക്കാനാണെങ്കിൽ ഹോസ്പിറ്റലിൽ വരെ പോണോന്നില്ല. എനിക്ക് കുറച്ച് വിഷം വാങ്ങി തന്നാ മതി. നിങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ ഞാനത് കഴിച്ച് ഞാനും എന്റെ കുഞ്ഞു മരിച്ചോളാം. നീ എന്തിനാ അവളെ തല്ലുന്നത്? അവള് നേരത്തെ പറഞ്ഞത് കേട്ടില്ലേ? നിന്നേക്കാളും ഞങ്ങളെക്കാളും ഒക്കെ അവകാശം അവളുടെ ഭർത്താവിനാണെന്ന്. പഴയതുപോലെ ദേഹോപദ്രവം ചെയ്യാനുള്ള അവസ്ഥയിലല്ല അവളിപ്പോ. അവള് സംസാരിച്ചത് വെച്ച് നോക്കുമ്പം അവക്ക് ആ കുഞ്ഞിനെ പ്രസവിക്കണം. അത് നീ കാരണം ഇല്ലാതാക്കണ്ട. നിങ്ങൾ എല്ലാവരും കൂടി വലിയൊരു പ്രശ്നത്തിലേക്ക് കൊണ്ടുപോകണ്ട. പ്രശ്നം ഉണ്ടാക്കുന്നത് നമ്മളല്ലല്ലോ അച്ഛാ, അവളല്ലേ. അവളെ വേണ്ടാത്തവന്റെ കുഞ്ഞിനെ ഇവിടെ പ്രസവിക്കണമെന്ന് പറഞ്ഞാ എങ്ങനെയാ? ആശുപത്രി കൊണ്ട് നടക്കാനും പ്രസവ ശുശ്രൂഷയ്ക്കൊന്നും ഇവിടെ ആരും ഉണ്ടാവത്തില്ല. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. അല്ലെങ്കിലും ഞാൻ ഇവിടെ ആരെയും പ്രതീക്ഷിക്കുന്നില്ല. എനിക്കറിയായിരുന്നു ഇങ്ങനൊരു അവസരം ഉണ്ടാവുമെന്ന്. അത് മുൻകൂട്ടി കണ്ടിട്ട് തന്നെയാ ഞാൻ ജീവിച്ചത്.
എന്നെ ഓർത്ത് നിങ്ങളാരും നാണം കെടണ്ട. ഈ വീട്ടിലെ സമാധാനം ഞാനായിട്ട് കളയൂല്ല. ഇനി മുതൽ ഞാൻ ജീവിക്കാൻ പോകുന്നത് എന്റെ ഭർത്താവിന്റെ വീട്ടിലാ, എന്റെ കുഞ്ഞിന്റെ അച്ഛന്റെ വീട്ടില്. എന്റെ സന്ദീപിന്റെ മനസ്സിലും നിയമത്തിന്റെ മുൻപിലും ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാര് തന്നെയാ. എനിക്കറിയാം എന്ത് വേണമെന്ന്. ആതിരേ, എടീ, നീ എന്തൊക്കെയാ കാണിക്കുന്നത്? ഹ, അയ്യോ. ആതിരേ, ഇനിയും ഞാൻ ധൈര്യം കാണിച്ചില്ലെങ്കിൽ അച്ഛനില്ലാത്തൊരു കൊച്ചിനെ കൊണ്ട് ഞാൻ കഷ്ടപ്പെടേണ്ടി വരും. എന്റെ കൊച്ചു വളരേണ്ടതും ജീവിക്കേണ്ടതും അവിടെയാ, നെല്ലിശ്ശേരിയില്. ഇന്നിതിനൊരു തീർപ്പുണ്ടായില്ലെങ്കിൽ പിന്നെ ഒരിക്കലും ഉണ്ടാവാൻ പോകുന്നില്ല. മാഷെ അവിടുത്തെ പോകാൻ പോകുന്നെന്ന്. പോകരുതെന്ന് പറ മാഷേ. അനൂപേ, എടോ എടോ മോനെ, അവള് വലിയ സാമർത്ഥ്യക്കാരിയാണെന്ന് ഇപ്പൊ ബോധ്യായില്ലേ? എല്ലാത്തിനും ധൈര്യം ഉണ്ടെന്ന് അവള് പറഞ്ഞു കേട്ടില്ലേ? ആ ധൈര്യവും സാമർത്ഥ്യമുള്ള ആള് ഇത്ര നാൾ എന്ത് ചെയ്തോ അത് തന്നെ ഇനിയും ചെയ്യൂ. മുമ്പ് നമ്മൾ അറിയാതെ ഓരോന്നും ചെയ്യുമായിരുന്നു, ഇപ്പൊ നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അമ്മേ, ആരുടെയും കാല് പിടിക്കാനൊന്നും എന്നെ കിട്ടില്ല. തോന്നിയ പാടെ ഓരോന്ന് ചെയ്തു വെച്ചിട്ട് അതിന്റെ പുറകെ വീണ്ടും വീണ്ടും പോയി നാണം കെട്ടുകൊണ്ടിരിക്കുക. അവിടെ എവിടെയാന്ന് വെച്ചാ പോട്ടെ. മാഷെ, മാഷെങ്കിലും ഒന്ന് ചെന്ന് അവളെ തടയും. പറ മാഷെ. അവൾ എവിടെയും പോകില്ല, നീ സമാധാനമായിരിക്കേ. എനിക്ക് മോളെ, അമ്മ പറയുന്നത് കേക്ക്. നീ ഇപ്പൊ പോവല്ലേ? അമ്മ മാറി, എനിക്ക് പോണം, പോയേ പറ്റൂ. അമ്മ എന്നെ തടയാൻ നിൽക്കണ്ട. മോളെ വിഷമിക്കണ്ട മോളെ. സന്ദീപങ്ങളുടെ അടുത്തേക്ക് ആന്റി പോകുന്ന. ആന്റി ഇനി തിരിച്ചിങ്ങോട്ട് വന്നെന്ന് വരില്ല. മോളെ, പറയുന്ന കേക്ക്. മോളെ, അതിരെ, ഞാൻ പറയുന്ന കേക്ക്. മോളെ, 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 അതിരെ. ഇടമ്മേ. ഞാൻ പോകുന്നത് ഇതെന്റെ കഴുത്തി കെട്ടി തന്ന ആളുടെ അടുത്തേക്കാ. എന്റെ നെറ്റിയിൽ സിന്ദൂരം തൊട്ട് തന്ന ആളുടെ അടുത്തേക്ക്. മോളെ പോവല്ലേടാ. ആരും എന്റെ പുറകെ വരണ്ട. പ്രായപൂർത്തിയായ ഒരു പെണ്ണാ ഞാൻ. ഇതുവരെ മറ്റുള്ളവര് പറയുന്നത് കേട്ടും പേടിച്ചും ബഹുമാനിച്ചും നിന്നു ഞാൻ. ഇനി എനിക്കറിയാം എന്ത് വേണോന്ന്.
ഹലോ എടുത്തേ. സച്ചേട്ടാ, വീട്ടില് വഴക്കായി ആതിര അവിടുന്ന് ഇങ്ങോട്ടൊന്ന് പറഞ്ഞിറങ്ങിയെന്ന്. അവള് ഇവിടെ വന്ന് പ്രശ്നങ്ങളാവുന്നതിന് മുമ്പ് അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി വീട്ടിൽ നമ്മൾ തിരിച്ചു കൊണ്ടുവിടണം. താൻ വെപ്രാളപ്പെടാതെ നമുക്ക് പോവാം. താൻ ഇവിടെ നിൽക്കേ. നിൽക്കടി അവിടെ. നീ എങ്ങോട്ടായി വലിഞ്ഞേറി വരുന്നേ? നിന്നെയോ നിന്റെ വീട്ടുകാരെയോ ഈ നടയിൽ ഇനി കാണരുതെന്ന് പറഞ്ഞാണല്ലോ ഇന്നലെ ഇവിടുന്ന് വിട്ടത്. അതിന് വീട്ടുകാരും വന്നില്ലല്ലോ. ഞാൻ വന്നത് എന്റെ ഭർത്താവിന്റെ വീട്ടിലേക്കാ. ഭർത്താവോ? ആരുടെ ഭർത്താവ്? ഞങ്ങളുടെ ചെറുക്കനെ മയക്കിയെടുത്ത് അവനെ കൊണ്ട് രഹസ്യ വിവാഹം കഴിപ്പിച്ചിട്ടാണോ നീ ഇവിടെ ഒന്ന് ഞെളിയുന്നത്? എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല. സന്ദീപ് എവിടെ? എനിക്ക് അവനെ കാണണ്ടേ. എന്തിന്? നിനക്കിപ്പോ അവനെ കണ്ടിട്ട് എന്താ ആവശ്യം? ഇതെന്റെ കഴുത്തി കെട്ടിയവന്റെ ഉദ്ദേശം അറിയാൻ. ഉദ്ദേശം നിനക്ക് ഇപ്പോഴും മനസ്സിലായില്ലേ? എന്തായാലും അവന്റെ ഉദ്ദേശം നടന്നു കഴിഞ്ഞു. നിന്റെ ഉദ്ദേശോട്ട് നടക്കാനും പോകുന്നില്ല. അതുകൊണ്ട് വന്നതുപോലെ നീ ഇപ്പോഴേ തിരിച്ചു പൊക്കോ. അങ്ങനെ പോവാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിലോ എന്റെ ഭർത്താവിനോട് പറയട്ടെ, അപ്പ തീരുമാനിക്കാം പോണോ നിൽക്കണോന്ന്. കിടന്ന് ഒച്ച വയ്ക്കാൻ ഇത് നിന്റെ വൃന്ദാവനം വീടല്ല. ഇനി ഇവിടെ നിന്ന് ഡയലോഗ് ഇറക്കിയാ ദേ നിന്റെ ആട്ടിവയർ ഞാൻ ചവിട്ടി കലക്കും. അതോടെ തീരും നിന്റെ താലിയും ഗർഭമൊക്കെ. അതുകൊണ്ട് മര്യാദക്ക് ഇറങ്ങി പൊക്കോ ഇവിടുന്ന്. നിങ്ങൾ എന്ത് പറഞ്ഞാലും എന്നെ ഇനി ഇവിടെ ഇട്ട് കൊന്നാലും ശരി, സന്ദീപിനെ കാണാതെ ഞാൻ പോവില്ല. സന്ദീപേ, സന്ദീപേ, മര്യാദക്ക് പറഞ്ഞ നീ കേക്കില്ലല്ലേ? സന്ദീപേ, സന്ദീപേ, ഞാൻ പോവില്ല എന്ന് പറഞ്ഞില്ലേ? സന്ദീപേ, ഇടി മിണ്ടാതിരിക്കാൻ. സന്ദീപേ, ഇറങ്ങടി ഇവിടുന്ന്. മര്യാദക്ക് ഇറങ്ങിക്കോ. നിന്നോട് മാറാനാ പറഞ്ഞ. ഞാൻ പോവില്ല. നിന്നോട് പറഞ്ഞാ മനസ്സിലാവില്ലല്ലേ? സന്ദീപേ,
സച്ചിടാ വേഗം പോവാം നമുക്ക്. സന്ദീപേ, 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 നീ എവിടെയാ? സന്ദീപേ, മര്യാദയ്ക്ക് പറഞ്ഞ നീ കേക്കില്ലല്ലേ? എന്താ അവിടെ? ഇവൾക്ക് ഇവിടെ കയറി താമസിക്കണമെന്ന് അച്ഛൻ കണ്ടില്ലേ? പെട്ടിയും കിടക്കയൊക്കെ എടുത്ത് അവകാശം ചോദിച്ച് ഓരോരുത്തർ വന്നു തുടങ്ങി. ആ വന്നല്ലോ എല്ലാത്തിനും കാരണക്കാരിയായ ആള്. മോളെ നീ ഞാനിവിടെ താമസിക്കണമെന്നൊന്നും ഇപ്പൊ ഉദ്ദേശിക്കുന്നില്ല ചേച്ചി. പക്ഷെ ഇതെന്റെ കഴുത്തി കെട്ടിത്തന്ന ഒരാൾ ഇവിടെ ഉണ്ടെങ്കിൽ അയാൾ പറയട്ടെ ഞാനിനി എന്താ ചെയ്യണ്ടെന്ന്. സന്ദീപേ, ഇതിനൊരു തീരുമാനം ഉണ്ടാക്കേണ്ടതും പറയേണ്ടതും നീയാ. നിന്റെ തീരുമാനം തെറ്റാണെങ്കിൽ മാത്രമേ മറ്റാരെങ്കിലും ഇതിൽ ഇടപെടൂ. ദാ ഇവളുടെ മുഖത്ത് നോക്കി പറ ഈ മുറ്റത്തുനിന്ന് ഇറങ്ങിപ്പോവാൻ.